Hi students, welcome to Prism Entrance. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ആ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ നീറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക, ഐഡിയാസ് എല്ലാം മനസ്സിലാക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനിലോട്ട് പാസ് ചെയ്യാം. നോക്കിയ ആദ്യമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് 2022 നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എന്താണ് നമുക്ക് വായിച്ചു നോക്കുക. 2 പോയിന്റ് ചാർജസ് -q ആൻഡ് +q ആർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് L. അപ്പോൾ ഒരു ചാർജ് -q ആണ്, രണ്ടാമത്തെ ചാർജ് +q ആണ്. രണ്ടും സെപ്പറേറ്റ് ഡിസ്റ്റൻസ് L ആണ്. ഓക്കെ, ഫിഗറിൽ കാണിച്ച പോലെ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് എനർജി അറ്റ് എ ഡിസ്റ്റൻസ് ആർ വാരീസ് ആസ്. അതായത് ഇതിന്റെ സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് എവേ ആയുള്ള ഒരു ഇലക്ട്രിക് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ്. ആക്ച്വലി -q +q എന്താണ്? -q +q ഈക്വൽ ഓപ്പോസിറ്റ് ചാർജ്. ഈക്വൽ ഓപ്പോസിറ്റ് ചാർജ് കൂടി ചേർന്നാൽ അതെന്തായിട്ട് മാറും? ഒരു ഇലക്ട്രിക് ഡൈപോൾ ആയിട്ട് മാറും. ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിൽ ഇവിടെ r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ L എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് r ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ L ആണെങ്കിൽ ഈ ഡൈപോൾ ലെങ്ത്തിനേക്കാൾ വളരെ ചെറുതാണ്, വളരെ വലുതാണ് ഡിസ്റ്റൻസ്. അതായത് ഇത് ഷോർട്ട് ഡൈപോൾ ആണ്. ഷോർട്ട് ഡൈപോൾ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയ ഷോർട്ട് ഡൈപോൾ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ച എന്താണ്? അറ്റ് എനി പോയിന്റ്, ഏത് പോയിന്റ് ആവട്ടെ, ഒരു ഷോർട്ട് ഡൈപോൾ -q അതേപോലെ +q ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഇത് θ ആണെങ്കിൽ ഇവിടെ ഏത് പോയിന്റ് ആണെങ്കിലും അത് ആക്സിസിലാണെങ്കിലും ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത്, ഏത് പോയിന്റിലാണെങ്കിലും നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 p ഇൻറ്റു √3 cos square θ +1/r³. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ θ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ആണ്. ഇത് ആക്സിസിലാണെങ്കിൽ θ 0 ആണ്. ഇക്വറ്റോറിയൽ ലൈൻ ആണ്, θ 90 ആണ്. നോക്കി, ഇക്വറ്റോറിയൽ ലൈൻ ആണെങ്കിൽ θ ഈസ് ഈക്വൽ ടു 90. θ 90 ആണെങ്കിൽ cos 90 ഈസ് ഈക്വൽ ടു 0. cos 90 0 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 0 0 പ്ലസ് 1. അപ്പൊ എന്താ 1/4πε0 p/r³. ഇത് ഇക്വറ്റോറിയൽ ലൈനിൽ. ഇനി ആക്സിസിലാണെങ്കിലോ θ എത്രയാ? ആക്സിസിലാണ് ശ്രദ്ധിച്ചേ, ഇവിടെ ആണെങ്കിൽ ഈ ആക്സിസിലാണെങ്കിൽ θ 0. θ 0 ആണെങ്കിൽ cos 0 ഈസ് ഈക്വൽ ടു 1. cos 0 1 ആണെങ്കിൽ 3 ഇൻറ്റു 1 3 3 പ്ലസ് 1 4 4√2. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദി ആക്സിസ് ആണെങ്കിൽ 1/4πε0 2p/r³. അപ്പൊ ജനറൽ ആയിട്ട് നമുക്ക് എഴുതാം 1/4πε0 p ഇൻറ്റു √3 cos square θ പ്ലസ് 1/r³. അപ്പം ആക്സിസിലാണെങ്കിലും ഇക്വറ്റോറിയൽ ലൈനിലാണെങ്കിൽ ഈസ് ഫൗണ്ട് ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r³. ഏത് ഓപ്ഷന്? ഓപ്ഷൻ എ. ഇത് ഡൈപോൾ ആയതുകൊണ്ട് 1/r³. അതേസമയം ഇതൊരു പോയിന്റ് ചാർജ് ആയതെങ്കിലോ ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയ പോയിന്റ് ചാർജ് ഇതൊരു q ആണെങ്കിൽ ഇതിന്റെ ഫലമാണ് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിച്ചത് 1/4πε0 q/r². 1 ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² ആണ് പോയിന്റ് ചാർജ് ആണെങ്കിൽ. ഇനി ഒരു ലൈൻ ഓഫ് ചാർജ് ആണ്. ഈ ലൈൻ ഓഫ് ചാർജിന് ഫലമായിട്ടാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചത് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r ആണ്. ഒരു പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ആണെങ്കിലും അവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നില്ല? ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r³. ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, പോളാർ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ്. അപ്പൊ എന്താണ് പോളാർ മോളിക്യൂൾസ്? നമുക്കറിയാം പോളാർ മോളിക്യൂൾസും നോൺ പോളാർ മോളിക്യൂൾസ് ഉണ്ട്. പോളാർ മോളിക്യൂൾസ് നമുക്ക് പോളറൈസ് ചെയ്യാൻ കഴിയും. അതായത് പോസിറ്റീവ് നെഗറ്റീവ് സെന്റേഴ്സ് ഓഫ് ചാർജ് ആക്കി സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. അതായത് ദേ ഹാവിങ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. അതായത് പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. എക്സാമ്പിൾ H2O എടുക്കുകയാണെങ്കിൽ ഈ H2O നമുക്ക് വേണമെങ്കിൽ H+ഉം അതേപോലെ OH- ആക്കി മാറ്റാം. അതൊരു ഡൈപോൾ ആണ്, ഇതിന് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. NaCl ആണെങ്കിൽ Na+ഉം അതേപോലെ Cl-ഉം ഇവിടെയും എന്ത് ചെയ്യാം? നമുക്കൊരു ഡൈപോൾ മൊമെന്റ് കറക്റ്റായി കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് പൊസസ് ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത്? പെർമനന്റ് ഡൈപോൾ മൊമെന്റ് പൊസസ് ചെയ്യുകയാണെങ്കിൽ അതാണ് പോളാർ മോളിക്യൂൾസ്. അപ്പൊ ഹാവിങ് എ പെർമനന്റ് ഡൈപോൾ മൊമെന്റ്, ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണല്ലോ. ഹാവിങ് 0 ഡൈപോൾ മൊമെന്റ് അല്ല, ഇത് തെറ്റാണ്. കാരണം ഡൈപോൾ മൊമെന്റ് ഉണ്ട്. പിന്നെയോ
acquire a dipole moment only in the presence of electric field with the displacement of charge. അല്ലല്ലോ, ഇത് ഏതിന്റെ കേസിൽ മാത്രമാണ്? നോൺ പോളാറിന്റെ കേസിൽ മാത്രമാണ്. പോളാർ എന്ന സമയത്ത് എല്ലാ സമയത്തും ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടല്ലോ. acquire a dipole moment only when the magnetic field is absent. അല്ലല്ലോ, അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? having a permanent dipole moment, ഓപ്ഷൻ എ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. തേർഡ് ക്വസ്റ്റ്യൻ 2020 നീറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? എ സ്ഫെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 10 centimeter has a charge of 3.2 × 10⁻⁷ distributed uniformly. What is the magnitude of magnetic field at a point 15 centimeter from the center of the sphere? അപ്പോൾ സ്ഫിയറിന്റെ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ. അപ്പൊ ഇതിന്റെ സെന്റർ 15 സെന്റിമീറ്റർ എന്നാണ്. പുറത്തുള്ളൊരു പോയിന്റ് ആണല്ലോ. അപ്പൊ ഈ പുറത്തുള്ളൊരു പോയിന്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഔട്ട്സൈഡ് എത്രയാ? ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചത് 1/4πε0 Q/r². This is the electric field outside a spherical shell. That is E is equal to എന്താ 1/4πε0 വാല്യൂ തന്നിട്ടുണ്ടല്ലോ. നോക്കി എത്രയാണത്? 9 × 10⁻⁹ into Q. ചാർജ് എത്രയാണത്? ചാർജ് 3.2 × 10⁻⁷ by r². r 10 സെന്റിമീറ്റർ. r എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്റർ ആണ്. 10 സെന്റിമീറ്റർ നമുക്ക് 10 × 10⁻⁻² മീറ്റർ എന്ന് എഴുതാം. അതായത് 10 10⁻1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 10⁻⁻1 മീറ്റർ എഴുതാം. അപ്പൊ 10⁻⁻1 the whole square. ശ്രദ്ധിച്ചേ, 9 × 3.2 അപ്പൊ എത്ര കിട്ടുക? 28.8 into 10⁻9 10⁻⁻7 10² by താഴെ എത്രയാ? 10⁻⁻2. ഇത് -2 മേലെ പോയാൽ +2 ആയിട്ട് മാറല്ലോ. അപ്പൊ 10⁻4. അപ്പൊ 28.8 × 10⁻4 or 2.88 into 10⁻5. അവിടെ നോക്കി ഓപ്ഷൻ നോക്കുക. സ്ഫെറിക്കൽ കണ്ടക്ടർ റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് കാണേണ്ടത് ശ്രദ്ധിക്കുക, 6 എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാ? 10 അല്ല, 6 എന്നുള്ള ഡിസ്റ്റൻസ് 15 ആണ്. അപ്പൊ 6 ഡിസ്റ്റൻസ് 15 ആണെങ്കിൽ 15 × 10⁻⁻2 ആണ്. അപ്പൊ ചെറിയ കറക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ 15 × 10⁻⁻2 ആണ്. അപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 15 സെന്റിമീറ്റർ 15 10⁻⁻2. അപ്പൊ ഇവിടെ 15 × 15² ഉണ്ടാവും. 15 × 10⁻⁻2. ഓക്കെ, അപ്പൊ സ്ക്വയർ ചെയ്താൽ എന്താ കിട്ടുക നമുക്ക്? അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് ചെറിയൊരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക്. 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലായിരുന്നു. ആ 15 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് ഇവിടുത്തെ റേഡിയസ് എത്രയാണ്? 15 റേഡിയസ് അല്ല, 15 എവയാ ചോദിച്ചത്. അപ്പൊ 15 10⁻⁻2. ഇവിടെ 15 × 10⁻⁻2 the whole square. 15 × 10⁻⁻2 whole square. അപ്പൊ ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിട്ട് നോക്കിയേ. ഇത് 28.8 × 10² by 15² 225 × 10⁻⁻4. അത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? ഇത് 22.5 ആക്കാൻ 10⁻⁻3 വരും. ആ -3 മേലെ പോയാൽ +3 ആവും. അപ്പൊ 10⁻5 വന്നു. പിന്നെ 28.8/20 അപ്പൊ 288/20 225. that is 1.2. അപ്പൊ 1.28 × 10⁻5. ഇതാണ് ആൻസർ. അപ്പൊ നേരത്തെ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് റേഡിയസ് എടുത്തു പോയി. റേഡിയസ് അല്ല എടുക്കേണ്ടത്, ഈ ഡിസ്റ്റൻസ് r ആണ്. സർഫസിലെ ആദ്യം കണ്ടത്, സർഫസിലല്ല കണ്ടത്. അതിന്റെ ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ എവയാണ്. അപ്പോൾ r സ്ഥാനത്ത് 15 ആണ് കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ നമുക്ക് കിട്ടുക 1.28 × 10⁻5 Nm/Coulomb. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2019 നീറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2 point charges A and B having charge +Q and -Q respectively are placed at a certain distance apart. അപ്പോൾ ഒരു +Q ഉണ്ട് -Q ഉണ്ട്. ഓക്കെ, ഒരു +Q
രണ്ടാമത്തത് മൈനസ് ക്യൂ. ഇത് എ ആണ്, ഇത് ബി ആണ്. ഇതിന്റെ ഇടയിലുള്ള ഫോഴ്സ് F is equal to 1/4πε0 Q1 Q2 by R square. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കൂളംസ് ലോയിൽ പറഞ്ഞത് ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പ്രോഡക്റ്റ് ഓഫ് ദിയർ മാഗ്നിറ്റ്യൂഡ്സ് ആണ്. അപ്പം പ്ലസും മൈനസും എടുക്കേണ്ട ആവശ്യമില്ല, മാഗ്നിറ്റ്യൂഡിന്റെ പ്രോഡക്റ്റ് അപ്പൊ Q into Q, Q square വരും. ഇനി എന്താ ചെയ്തത്? 25% ഓഫ് A is transferred to B. അപ്പൊ ഇതിന്റെ 25% ബിയിലോട്ട് മാറ്റി. അപ്പൊ ഇതിന് 25% മാറ്റിയാൽ 25% എത്രയാ? 25/100 into Q. അപ്പൊ പുതിയ ചാർജ് എത്രയായിട്ട് മാറി? എ ഉള്ള ചാർജ് 25/100 into Q, അതായത് Q/4. Q/4 മാറ്റിയാൽ Qന്ന് Q/4 പോയാൽ ഇവിടെ 3Q/4 ഉണ്ടാവുള്ളൂ. ഇനി അതോടെ മൈനസ് ക്യൂനോട് കൂടി എന്ത് ചെയ്യുന്നു? മൈനസ് ക്യൂ പ്ലസ് Q/4 അത് വരുമ്പോ എന്താ വരിക? മൈനസ് Q/4 ആഡ് ചെയ്താൽ മൈനസ് 3Q/4 അല്ലേ വരിക? അപ്പൊ നമുക്ക് മൈനസ് 3Q/4 എന്ന് കിട്ടി. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് എത്രയാ? F dash is equal to K into Q1 സ്ഥാനത്ത് 3/4Q, Q2 സ്ഥാനത്തും 3/4Q by R square. ഇനി ഇവിടെ 3 ഫോഴ്സ്, അപ്പൊ നമുക്ക് എഴുതാം 9/16 K Q square by R square. K Q square by R square എത്രയാ? ഇനീഷ്യൽ ഫോഴ്സ് F ആണ്. അപ്പൊ F dash is equal നമുക്ക് എഴുതാം എത്രയാണ്? 9/16 F. ആൻസറിൽ നോക്കിയേ 9/16 F, ഓപ്ഷൻ സി അല്ലെ. അപ്പൊ നോക്കിയേ ഇവിടെ നോക്കണേ, ആദ്യമായിട്ട് K Q square by R square ആണ്. ഈ 25% എന്ന് പറഞ്ഞാൽ Q/4. ആ Q/4 എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ ഇവിടുന്ന് Q/4 ഇങ്ങോട്ട് പോയാൽ ഇത് Q minus Q/4 ആവും. ഇതിനോട് കൂടെ Q/4 ആഡ് ചെയ്താൽ മൈനസ് Q പ്ലസ് Q/4 ആവും. അപ്പൊ രണ്ടിന്റെ വാല്യൂ എത്ര? 3Q/4 മൈനസ് 3Q/4. അപ്പൊ ആൻസർ ഈസ് 9/16 F കിട്ടും. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു നോക്കുക. എ ഹോളോ മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് R is uniformly charged. ഇലക്ട്രിക് ഫീൽഡ് ഒരു സ്ഫിയർ അറ്റ് എ ഡിസ്റ്റൻസ് R from the center is. സെന്റർ എന്നുള്ളത് ശ്രദ്ധിച്ചോ, ഒരു ഹോളോ സ്ഫിയർ ആണെങ്കിൽ ഇത് യൂണിഫോംലി ചാർജഡ് ആണെങ്കിൽ ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആണ്. ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പ്രൊപ്പോർഷണൽ 1/r ആണ്. അപ്പം ഇവിടെ 1/r² ആണ്. ഔട്ട്സൈഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². അപ്പൊ ഇവിടെ നോക്കണം, ഇൻസൈഡ് 0 ആണ്, സർഫസിൽ മാക്സിമം ആണ്. അപ്പൊ ഡിക്രീസസ് R increases for R is less than R. അപ്പൊ ഇതിന്റെ റേഡിയസ് ആണ് R. ഇതിന്റെ ഉള്ളിലാവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ R ഗ്രേറ്റർ ദാൻ R ആണ്, പുറത്താണെങ്കിൽ ഇൻക്രീസ്. ശരിയാണോ? അല്ലല്ലോ, ഇൻസൈഡ് 0 ആണ്. ഇനി ഇൻക്രീസസ് R increases from R is less than R. അപ്പൊ R is less than R ആവുന്ന സമയത്തൊക്കെ ഇതിനുള്ളിലാണ്, അവിടെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പൊ ഒന്നാമത്തും തെറ്റാണ്, രണ്ടാമത്തും തെറ്റാണ്. ഇനി മൂന്നാമത്തെ നോക്കിയ സി, 0 എപ്പോഴും R is less than R ആകുമ്പോൾ 0. R ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇനി as R for R is less than 0, decrease as R increase R is greater than. അപ്പൊ എന്താ സംഭവിക്കുക? ഡിക്രീസ് ആസ് R ആയിട്ട് ഡിക്രീസ് ചെയ്യപ്പോൾ R is greater than R ആകുന്ന സമയത്ത്. അപ്പൊ ശ്രദ്ധിച്ചേ, R എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഈ ഡിസ്റ്റൻസ്. അപ്പൊ ഈ R-ന്റെ വാല്യൂ ക്യാപിറ്റൽ R-നേക്കാൾ വലുതാകുന്ന സമയത്ത് ഔട്ട്സൈഡ് ആണ്. ഔട്ട്സൈഡ് ആണെങ്കിൽ R കൂടുന്ന സമയത്ത് ഈന്റെ വാല്യൂ കുറയും. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? സി ആണ്. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ ഇൻക്രീസ് ആണ്, അത് തെറ്റാണ്. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? സി ആണ്. അപ്പൊ ഇൻസൈഡ് 0, സർഫസിൽ മാക്സിമം, ഔട്ട്സൈഡ് ഡിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ 1/r². ഇനി നോക്കിയേ, 2 parallel infinite line of charge with linear charge density plus lambda and minus lambda are placed at distance 2r. What is the electric field midway between? അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ ഒന്നാമത്തത് ഇതിന്റെ ചാർജ് ഡെൻസിറ്റി ലാംഡയാണ്. രണ്ടാമത്തത് ഇതിന്റെ ചാർജ് ഡെൻസിറ്റി മൈനസ് ലാംഡയാണ്. ഇത് നമ്മളെ സെപ്പറേഷൻ 2r ആണ്. അപ്പൊ ഇതിന്റെ മിഡ് പോയിന്റ്, ഇതാണ് മിഡ് പോയിന്റ് എങ്കിൽ ഈ ഡിസ്റ്റൻസും R ആണ്. അതേപോലെ ഇവിടെ ഇങ്ങോട്ട് ഡിസ്റ്റൻസും R ആണ്.
ഇത് പ്ലസ് ലാംഡ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് എവേ ഫ്രം ദി പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് എവേ ആണ്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E1 എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ ആണ്. E2 ആണ് നോക്കി നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ മൈനസിന് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ E2 സെയിം ഡയറക്ഷനാ. അപ്പൊ in between these two plane line of charge electric field are in the same direction. E is equal to നമുക്ക് എഴുതാം E1 plus E2. E1 എന്ന് പറഞ്ഞാൽ ഈ ലൈൻ ഓഫ് ചാർജിന്റെ ഫലമായിട്ട് അത് എത്രയായിരുന്നു? ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഓഫ് ചാർജ് നമുക്കറിയാം ലാംഡ ബൈ 2 പൈ ആർ എപ്സിലോൺ 0 പ്ലസ് രണ്ടാമത്തിന്റെ എത്ര തന്നെയാണ് ലാംഡ ബൈ മിഡ് വേ ആയതുകൊണ്ട് അവിടെ ഡിസ്റ്റൻസ് r ആണല്ലോ ലാംഡ ബൈ 2 പൈ ആർ എപ്സിലോൺ 0 that is equal to രണ്ടും ആഡ് ചെയ്താൽ 2 ലാംഡ ബൈ 2 പൈ ആർ എപ്സിലോൺ 0 2 കട്ട് ചെയ്താൽ ലാംഡ ബൈ പൈ എപ്സിലോൺ 0 r. അപ്പൊ പൈ ആർ ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ 0 ആവൂല. ഇത് രണ്ടും പ്ലസ് ആയിരുന്നുവെങ്കിൽ ഇതും രണ്ടാമത്തും പ്ലസ് ആയിരുന്നെങ്കിൽ ഇവിടെ 0 ആവുമായിരുന്നു. ഒന്ന് പ്ലസും ഒന്ന് മൈനസ് ആയ 0 ആവില്ല. കാരണം ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ആയതുകൊണ്ട് ടുവേർഡ്സ് ദിസ് വൺ ആണ്. ഇത് പ്ലസ് ആയിരുന്നെങ്കിലോ രണ്ടാമത് രണ്ടും പോസിറ്റീവ് ചാർജ് ഉള്ളതായിരുന്നുവെങ്കിൽ ഇതിൻ്റെ എവേ ആവും E1 ഇങ്ങോട്ട്, ഇവിടെ എവേ ആവും E2 ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ 0 ആയി പോവായിരുന്നു. രണ്ടും പ്ലസ് ലാംഡ ആണെങ്കിൽ സെൻട്രൽ 0 ആയി പോവായിരുന്നു. ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണ് എത്രയായിട്ടെന്ന് ലാംഡ ബൈ പൈ ആർ എപ്സിലോൺ 0. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Suppose the charge of proton and electron differ slightly. One of them is minus E, other is E plus delta E. Net electrostatic force and gravitational force between two hydrogen atom placed at a distance d apart is 0. Then delta E is. അപ്പോൾ ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് എന്തെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ട് പ്രോട്ടോണിന്റെ ചാർജ് ഇലക്ട്രോണിന്റെ ചാർജ് Q1 is equal to minus E എന്നെടുക്കാം. അത് Q2 സ്ഥാനത്ത് നമുക്ക് ഇവിടെ മൈനസ് E പ്ലസ് ഡെൽറ്റ E എന്ന് എടുക്കാം. അപ്പം ഇവിടെ Q1 അല്ല, ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണിത്. ഇലക്ട്രോണിന്റെ ചാർജ് ഇത് ഇലക്ട്രോണിന്റെ ചാർജ് മൈനസ് E എന്നും പ്രോട്ടോണിന്റെ ചാർജ് E പ്ലസ് ഡെൽറ്റ E. ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുന്നു. നെറ്റ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ടു ഹൈഡ്രജൻ ആറ്റം. ഇവിടെയും ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തു, ഇവിടെയും ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്തു. ഇത് രണ്ടിനും ഇടയിലുള്ള ഇലക്ട്രിക് ഫോഴ്സിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും സമ്മ് 0 ആണ്. അപ്പൊ ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഇലക്ട്രിക് ഫോഴ്സ് രണ്ടും റിപ്പൽസീവ് ആയിരിക്കും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്. അപ്പൊ ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ഈക്വൽ ആണ്. അപ്പൊ ഇത് 0 ആവണമെങ്കിൽ ടോട്ടൽ ഫോഴ്സ് 0 ആവണം. ഇലക്ട്രിക് ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആവണമെങ്കിൽ ഈ ഇലക്ട്രിക് ഫോഴ്സ് രണ്ടും റിപ്പൽസീവ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫോഴ്സ് ഈ ഡയറക്ഷനിലാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സോ അട്രാക്റ്റീവ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ 0 ആവണമെങ്കിൽ ഇലക്ട്രിക് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇലക്ട്രിക് ഫോഴ്സിന്റെയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവണം. അപ്പൊ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുന്ന സമയത്താണ് എന്ത് സംഭവിക്കുന്നത്? രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആവുന്ന സമയത്താണ് ടോട്ടൽ ഫോഴ്സ് 0 ആയിട്ട് മാറുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫോഴ്സ് എത്രയാ? 1/4 പൈ എപ്സിലോൺ 0. 1/4 പൈ എപ്സിലോൺ 0. Q1 എന്ന് പറഞ്ഞാൽ ചാർജ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എത്രയാണ്? ഒരു ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും ഉള്ളത്. അപ്പൊ നമുക്ക് ഇതാ Q1 is equal to minus E plus E plus delta E. അപ്പൊ Q1 ന്റെ വാല്യൂ ഡെൽറ്റ E ആണ്, അപ്പൊ ഡെൽറ്റ Q2 ഡെൽറ്റ E ആണ് ബൈ ഡിസ്റ്റൻസ് r square. That must be is equal to G into M1 M2 by R square. ഒരു ഹൈഡ്രജൻ ആറ്റം, രണ്ട് ഹൈഡ്രജൻ ആറ്റം, രണ്ടിനെയും മാസ് ഈക്വൽ GM square by R square. R square നമ്മൾ കട്ട് ചെയ്യാം. ഇവിടെ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/4 പൈ എപ്സിലോൺ 0 വാല്യൂ 9 into 10⁻⁹ into delta E whole square. അപ്പൊ നമുക്ക് ഡെൽറ്റ E ഏത് ഓർഡറിലാണ് ഈക്വൽ ടു G ന്റെ വാല്യൂ 6.67 into 10⁻⁻ എത്ര? G ന്റെ വാല്യൂ 6.67 10⁻⁻11 into M മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. 1 മോൾ ഹൈഡ്രജൻ എടുക്കുകയാണെങ്കിൽ 1 gram ആണ്. അപ്പൊ 1 മോൾ ആണെങ്കിൽ 1 gram ആണ്. അപ്പം ഒരു ഹൈഡ്രജൻ ആറ്റം ആണെങ്കിലോ 1/അവോഗാഡ്രോ നമ്പർ. എത്ര അവോഗാഡ്രോ നമ്പർ? 1/6.022 into 10⁻23. ഇതല്ലേ അവോഗാഡ്രോ നമ്പർ.
പതിയൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് ഈ 6 ഉം 6 ഉം ക്യാൻസൽ ചെയ്ത് പോകും. 10⁻23 മേലെ പോകുന്നു. അപ്പോൾ 9 × 10⁻9 ആണ്. 9 × 10⁻9. അപ്പൊ ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് ഡെൽറ്റ ഇ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? 10⁻⁻, ഇവിടെ ഉണ്ട് ഈ 10⁻23 മേലെ -23. അപ്പോൾ 10⁻−34 ബൈ 9 × 10⁻9. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 9 × 10⁻9. അപ്പോൾ ഇതെന്താ വരിക? 9 10⁻9 ആണെങ്കിൽ 1/9 ഈ 10⁻9 മേലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറി? 34 - 9. 34 - 9 എന്ന് പറഞ്ഞാൽ 43. 10⁻43. അപ്പൊ ഇത് ഡെൽറ്റ, ഇത് 1/9. ഇതിനെ 1/9 ആകുമ്പോൾ 10⁻4 ആക്കാം. അപ്പൊ 1/9 ആണ് 0.11. അപ്പൊ 1 point ആകുമ്പോൾ 10⁻44. അത് ഡെൽറ്റ ഇ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ ഡെൽറ്റ ഇ എടുക്കുന്ന സമയത്ത് എത്രയാണ് കിട്ടുന്നത്? ഡെൽറ്റ ഇ ഹോൾ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണേ, 1/9 എന്ന് പറഞ്ഞാൽ 0.11 × 10⁻43. ഇതിനെ വേണം നമുക്ക് എന്ത് എഴുതാം? 1.1 10⁻44 ഇൻ ദ റേഞ്ച് ഓഫ് 10⁻44. 10⁻44 ആണെങ്കിൽ ഇതിനെന്ത് ചെയ്യുന്നു? 10⁻44 ആണ്. ഇതിനെ റൂട്ട് എടുത്താൽ നമുക്ക് 10⁻22. അപ്പൊ ഈ റേഞ്ചിൽ അപ്പൊ ഇവിടെ കിട്ടുന്ന ആൻസർ എത്രയാണ്? ഇവിടെ തന്നിരിക്കുന്നത് കിട്ടിയിരിക്കുന്നത് 10⁻23. അപ്പൊ ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ടായിരുന്നു, മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും മതി കേട്ടോ. ഇവിടെയാണ് കറക്റ്റ് അവഗാഡ്രോ നമ്പർ വെച്ചാൽ ചെയ്തത്. പകരമായിട്ട് ഇവിടെ മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്താലും ഇതേ ആൻസറാണ് കിട്ടുക. വേണം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തായി വരുന്ന? 9 × 10⁻9 ഡെൽറ്റ ഇ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 6.67 × 10⁻11 ഇൻറ്റു എത്ര കിട്ടിയത്? 1.67 × 10⁻27. ഇത് ചെയ്താൽ നമുക്ക് കിട്ടുക ഡെൽറ്റ ഇ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 6.67 1.6 എന്ന് പറഞ്ഞാൽ ഏതാണ്? 10ന്റെ 11 റേഞ്ചിൽ കിട്ടും. അപ്പോൾ 10 എഴുതുക 10⁻38 ബൈ 9 × 10⁻9. അപ്പം ഇവിടെ എത്ര കിട്ടി? 10⁻9 മേലെ 10⁻47. അപ്പൊ ഇത് 10/1 ആണ്, 10⁻46 റൂട്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നേരത്തെ ഇവിടെ ഞാൻ എടുത്തത് ഗ്രാമിലായിരുന്നു. ഇത് 1/6.02 കിലോഗ്രാം ആകുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഗ്രാമിന് കിലോഗ്രാം ആകുമ്പോൾ ഇൻറ്റു 10⁻³ കൂടി ഇവിടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോഴാണ് എന്തായിട്ട് മാറുന്നത്? -46 ആവുന്നത്. അപ്പം ഇത് റീഅറേഞ്ച് ചെയ്താൽ -46 വരും. 46ന് റൂട്ട് എടുത്താൽ 10⁻23 വരും. അത് നിങ്ങൾ ഈ രീതിയിൽ ചെയ്താലും എന്തെന്നാ കിട്ടുന്നത്? 10⁻47 10⁻46. അത് ഡെൽറ്റ ഇ എടുക്കുന്ന സമയത്ത് ഇൻ ദ റേഞ്ച് ഓഫ് 10⁻23. അപ്പൊ രണ്ട് രീതി ചെയ്താലും ഒരേ ആൻസർ കിട്ടുന്നത്. അതായത് ഇവിടെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് വന്നിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതല്ല നമ്മുടെ പിന്നെ അവഗാഡ്രോ നമ്പർ ചെയ്യുകയാണെങ്കിലും രണ്ടും ഒരേ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ ആൻസർ ഈസ് 10⁻23. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A charge Q is placed at the center of a line joining two equal charge Q. System of 3 charges will be in equilibrium. Okay, രണ്ട് ചാർജ്, ഒരു ചാർജ് ക്യാപിറ്റൽ Q, രണ്ടാം ചാർജ് ക്യാപിറ്റൽ Q. ഇതിന്റെ ഇടയിലായിട്ട് ഒരു സ്മോൾ Q ചാർജ് മിഡ് പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് R/2. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാവണമെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ഈച്ച് ചാർജ് ബിക്കം 0. ഓരോ ചാർജിന്റെയും മേലെ ആക്ട് ചെയ്ത ടോട്ടൽ ഫോഴ്സ് 0 ആണ് ഇക്വിലിബ്രിയത്തില്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ചാർജ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ മേലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആരൊക്കെയാണ്? ഈ സ്മോൾ Q ഫോഴ്സ് ആക്ട് ചെയ്യും, ക്യാപിറ്റൽ Q ആക്ട് ചെയ്യും. രണ്ടിന്റെ ഡയറക്ഷൻ നോക്കിയേ. രണ്ടിന്റെ ഡയറക്ഷൻ ഈ ക്യൂന് റിപ്പൽ ചെയ്യുന്നു, ഇങ്ങോട്ടാണ് ഡയറക്ഷൻ. സോറി, ഇത് ഡയറക്ഷൻ പിന്നെ പ്ലസോ മൈനസ് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം? ഇവിടുത്തെ ഫോഴ്സ് ഞാൻ F1 എന്ന് വിളിച്ചു. ഈ ഫോഴ്സ് എത്രയാ? F1 അത് എത്രയാ? 1/4πε0 K എന്ന് വിളിച്ചു. Q1 Q2 ബൈ ഡിസ്റ്റൻസ് R/2 ഹോൾ സ്ക്വയർ പ്ലസ് രണ്ടാമത്തത് K ഇൻറ്റു
ഈ ചാർജ് ഇവിടെ ആക്ട് ചെയ്യുന്നത് ക്യൂ സ്ക്വയർ ബൈ ഈ ഡിസ്റ്റൻസ് എത്രയാ ആർ സ്ക്വയർ ഈക്വൽ എത്രയാ പറഞ്ഞത് ഇക്വലിബ്രിയം ആകുമ്പോൾ 0 അല്ലേ. അപ്പൊ നമുക്ക് എഴുതാം ഇതിനെ കെ ക്യൂ ബൈ ആർ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു മൈനസ് കെ ക്യൂ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. കെയും പോയി, ക്യൂ സ്ക്വയർ ക്യൂവും ഒരു ക്യൂ പോയി, ആർ സ്ക്വയറും പോയാൽ ഈ 4 മേലേക്ക് പോകും. അപ്പൊ 4q ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ഓർ q ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ ബൈ 4. അപ്പൊ ഈ സെൻട്രൽ ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് മൈനസ് ക്യൂ ബൈ 4 ആവുന്ന സമയത്താണ് എന്തായിട്ട് മാറുന്നത്, കറക്റ്റ് മൈനസ് ക്യൂ ബൈ 4 ആണെങ്കിൽ ആ ടൈമിലാണ് ഇത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ദ ഗിവൺ ഫിഗർ, ഒരു ഫിഗർ എന്നാണ്ടാ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓഫ് ടു ചാർജ് Q1 ആൻഡ് Q2. വാട്ട് ആർ ദ സൈൻസ് ഓഫ് ദി ടു ചാർജസ്? ഇവിടെ Q1 എടുക്കുകയാണെങ്കിൽ Q1 എടുക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ടുവേർഡ്സ് Q1 ആണ്. അതെപ്പോഴാണ് Q1 ടുവേർഡ്സ് ആവുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആർ ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ് ആൻഡ് അവേ ഫ്രം പോസിറ്റീവ് ചാർജ് എന്നല്ലേ. അതെങ്ങനെയാ മനസ്സിലായത്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അതായിരിക്കും എന്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ ടുവേർഡ്സ് Q1 ആണെങ്കിൽ നെഗറ്റീവ് ചാർജ്, Q1 ഈസ് നെഗറ്റീവ്. ഏത് ഓപ്ഷൻ? Q1 നെഗറ്റീവ്. രണ്ട് ഓപ്ഷൻ ബി ആണോ സി ആണോ നോക്കാം. ഇനി Q2 നോക്കിയേ, അപ്പം Q2 ടുവേർഡ്സ് Q2 തന്നെയാണ്, അപ്പം അതും നെഗറ്റീവ് ആണ്. അപ്പൊ Q1 നെഗറ്റീവ് ആണ്, Q2 നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ രണ്ടും ടുവേർഡ്സ് ആയതുകൊണ്ട് നെറ്റ് ചാർജ് ടുവേർഡ്സ് ആവുന്ന സമയത്ത് നമുക്ക് കിട്ടിയ എത്രയാണ്? രണ്ടും നെഗറ്റീവ് ആണ്. ഒന്ന് എവേ ആയിരുന്നെങ്കിൽ അത് പോസിറ്റീവ് ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓൾവേസ് ടുവേർഡ്സ് നെഗറ്റീവ് ആൻഡ് എവേ ഫ്രം പോസിറ്റീവ് എന്നാണ്. ടുവേർഡ്സ് നെഗറ്റീവ്, എവേ ഫ്രം പോസിറ്റീവ്. ഓക്കെ, ഇനി 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ നമുക്ക് നോക്കിക്കോളൂ. എ സ്ക്വയർ ഓഫ് സൈഡ് L meter in the plane paper placed in a uniform electric field E acting along the same plane at an angle theta with a horizontal square shown figure. The electric flux linked with the surface is. ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചത് ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്നാണ്. ഇതൊരു സർഫസ് എടുക്കുകയാണെങ്കിൽ ഈ സർഫസ് ഏരിയയുടെ ഡയറക്ഷൻ എപ്പോഴും നോർമൽ ടു ദി സർഫസ് ആണല്ലോ. അപ്പൊ ഡി എസ് ഇതിന് പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഇലക്ട്രിക് ഫീൽഡ് ഈ പ്ലെയിനിലായതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആണ് ഡി എസ്. ഇയും ഡി എസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ തീറ്റ 90 ആണ്. തീറ്റ 90 ആണെങ്കിൽ കോസ് 90ന്റെ വാല്യൂ എത്രയാണ്? 0. അതായത് ഇ ഡോട്ട് ഡി എസിന് ഇന്റഗ്രൽ ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഇ ഡി എസ് കോസ് തീറ്റ. അപ്പൊ തീറ്റ 90 ആണ്, കോസ് 90 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു 0. ഓപ്ഷൻ ഏതാണ്? ഡി. ഇതെങ്ങനെ 0 ആയത്? ഇവിടെ ശ്രദ്ധിക്കണേ, ഡി എസിന്റെ ഡയറക്ഷൻ ഓൾവേസ് നോർമൽ ടു ദി സർഫസ്. എല്ലാ സമയത്തും സർഫസിന് നോർമൽ ആയിരിക്കും ഡി എസിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പം ഈ ഡി എസും പെർപെൻഡിക്കുലർ ആകുമ്പോൾ നെറ്റ് തീറ്റ 90 ആണ്. തീറ്റ 90 ആ സമയത്ത് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെ 11 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പാസ് ചെയ്യാം നമുക്ക്. ഓക്കെ, 12ാമത് സ്ക്വയർ ഓഫ് സർഫസ് ഓഫ് സൈഡ് L meter plane of the paper uniform electric field also in the plane of the paper lower half of the square surface electric flux in SI unities. The same question അല്ലേ? എന്താ വ്യത്യാസം? ഇവിടെ ഡി എസിന്റെ ഡയറക്ഷൻ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. ഇയും ഡി എസും പെർപെൻഡിക്കുലർ ആണ്. ഇയും ഡി എസും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എത്രയാണ്? 0 ആണ്. ഇയും ഡി എസും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തീറ്റ 90 ആണ്. അപ്പൊ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡി എസ് കോസ് 90 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സെയിം ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ വന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇതേ പ്ലെയിനിലായിരുന്നു, ഇങ്ങനെയാന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയാണ്? അതിന്റെ ഡയറക്ഷൻ ജസ്റ്റ് ചേഞ്ച് ചെയ്തു, ഇതേ പ്ലെയിനിൽ തന്നെയാണ്. In both the cases, it is found that direction of area is always perpendicular to the surface. E and ds are perpendicular. Okay, so the net electric flux is 0. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നീറ്റ് 2016 സെക്കൻഡ് ഫേസ് ചോദിച്ചതാണ്. A dipole is placed at an angle 30 degree
with an electric field intensity 2 × 10⁵. It experiences a torque 4 Newton. Charge on the dipole. അപ്പോൾ നമുക്കറിയാം ഒരു ഡൈപോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യും. ആക്ട് ചെയ്യുന്ന ടോർക്ക് എത്രയായിരുന്നു? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE sin θ ആയിരുന്നു. PE sin θ. ഇവിടെ P എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ആണ്. അത് 2AQ ആണ്. അപ്പൊ നമുക്ക് എഴുതാം 2AQ E × sin θ. ഇതാണ് ടോർക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കാണാൻ പറഞ്ഞത്? ചാർജ് Q ആണെങ്കിൽ Q is equal to ഇവിടെ ടോർക്ക് ഉണ്ട് ഡിവൈഡഡ് ബൈ 2AE sin θ. അപ്പൊ നോക്കിയാൽ that is Q is equal to ടോർക്ക് എത്രയാ? ടോർക്ക് എക്സ്പീരിയൻസ് ടോർക്ക് 4 ന്യൂട്ടൺ മീറ്റർ. 4 by 2A ആണ് ലെങ്ത് ഓഫ് ദി ഡൈപോൾ. അതായത് ഇത് ഡൈപോൾ ആണെങ്കിൽ ഇത് -Q, ഇത് +Q ആണെങ്കിൽ ഈ ലെങ്ത് ആണ് 2A. അല്ലാതെ A അല്ല ലെങ്ത്, 2A ആണ് ഇതിന്റെ ലെങ്ത്. അപ്പൊ 2A എത്രയാണ്? 2A is equal to 2 centimeter. 2 × 10⁻² into E ഇലക്ട്രിക് ഫീൽഡ് എത്രയാ? 2 × 10⁵ into sin എത്രയാ? 30. 2 കട്ട് ചെയ്തു. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by sin 10⁻10³ sin 30 എത്രയാ? sin 30 is equal to എത്രയാണോ? 1/2 അല്ലെങ്കിൽ 0.5. ഈ 1/2 ആണ്. 2 മേലേക്ക് പോയി കഴിഞ്ഞാൽ that is 2 × 10⁻³ മേലെ 10⁻³ കൂളും. അതായത് 2 × 10⁻² മില്ലി കൂളുംബ്. ഓപ്ഷനിലോ നോക്കിയേ 2 മില്ലി കൂളുംബ്. അപ്പം ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഡൈപോൾ പ്ലേസ് ചെയ്താൽ ടോട്ടൽ ഫോഴ്സ് 0 ആണ്. എന്ത് മാത്രം ആക്ട് ചെയ്യുന്നത്? ഒരു ടോർക്ക് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. ആ ടോർക്ക് എത്രയാണ്? ടോ ഈസ് ഈക്വൽ ടു PE sin θ ആണ്. P എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ്, Q × 2A. So 2AQ E × sin θ. ഇവിടുന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? Q കണ്ടുപിടിച്ചു. The answer is 2 milli coulomb. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പതിനാലാം ക്വസ്റ്റ്യൻ നോക്കിയേ. ഡൈപോൾ മൊമെന്റ് P ഈസ് പ്ലേസ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്. ടോർക്ക് എത്രയായിരുന്നു? ടോർക്ക് ടോ ഈസ് ഈക്വൽ, നമ്മൾ പഠിച്ചത് എന്താ? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു PE sin θ എന്നാണ്. അത് വെക്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ PE sin θ ആണെങ്കിൽ വെക്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ടോ ഈസ് ഈക്വൽ ടു P × E എന്ന് എഴുതാം. സോ ആൻസർ ഈസ് P × E. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15ാം ക്വസ്റ്റ്യൻ നോക്കിയേ. A thin conducting ring of radius R is given a charge +Q. Electric field is center of the ring due to the charge on the part AKB. അതായത് AKB എന്ന് പറഞ്ഞ പാർട്ട് ഇതാണ്. ഈ AKBന്റെ ഈസ് E. ഇതിൻ്റെ E ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന E ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് at the center due to the charge on the ACDB. ACDB ആണ് ഈ പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഈ റിംഗ് എടുക്കുകയാണെങ്കിൽ റിംഗിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇത് +Q ചാർജ് ആയതുകൊണ്ട് ഇവിടെ നോക്കി ആദ്യം AKB എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാ? സെൻട്രലാണെങ്കിൽ ഈ സെൻട്രലാവുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, സെൻട്രലാകുമ്പോൾ ഇങ്ങോട്ടാണ് ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പൊ AKB എടുക്കുകയാണെങ്കിൽ ഈ AKBന്റെ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനാണ്? AKB ഇലക്ട്രിക് ഫീൽഡ് KO ഡയറക്ഷൻ ആണ്. ഇനി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണെങ്കിൽ റിമൈനിങ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താവണം? ഈ റിമൈനിങ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇതിന്റെ ഓപ്പോസിറ്റ് ആവണം. അതും എന്തിന് ഈക്വൽ ആവണം? ഈക്ക് ഈക്വൽ ആവണം. അപ്പൊ ഈ റിമൈനിങ് പാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏതായിരിക്കണം? ഓക്കെ ഡയറക്ഷനിലായിരിക്കും, അലോങ് ഓക്കെ. അത് എത്രയാണ്? E തന്നെയാണ്. ഇങ്ങോട്ട് E ആണെങ്കിൽ അതേ E തന്നെയായിരിക്കും ഓപ്പോസിറ്റ്. അതായത് ക്യാൻസൽ ചെയ്ത് പോകണം. അപ്പം ഈ ഫസ്റ്റ് ക്വാർട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന E ആണെങ്കിൽ റിമൈനിങ് 3/4 പ്രൊഡ്യൂസ് എത്ര തന്നെയാണ്? E ആണ്. സോ ദാറ്റ് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി സെന്റർ ഈസ് 0. അപ്പൊ ആദ്യം പ്രൊഡ്യൂസ് ചെയ്ത ഡയറക്ഷൻ ആണോ? അതൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് രണ്ടാമത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ E ആണ് അലോങ് ഓക്കെ. KO അല്ല, അലോങ് ഓക്കെ. ഏതാണ്? D. അലോങ് ഓക്കെ, ഇതാണ് ഡയറക്ഷൻ. അപ്പോൾ ആൻസർ ഈസ് D. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കിയേ 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക.
electric field center of a semicircle of radius r having linear charge density lambda is given by. ഒരു സെമി സർക്കിൾ എടുക്കുകയാണെങ്കിൽ ഈ സെമി സർക്കിളിന്റെ റേഡിയസ് ഇവിടെ സെന്റർ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് സെമി സർക്കിൾ ആണെങ്കിൽ ഇതിന്റെ സെന്റർ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ്. പോസിറ്റീവ് ആകുമ്പോൾ ഈ ഡയറക്ഷനിലാണ്, നെഗറ്റീവ് ആണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അത് എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 2π എപ്സിലോൺ 0 a. a ആണ് റേഡിയസ് എങ്കിൽ ലാംഡ ബൈ 2π എപ്സിലോൺ 0 a ആണ്. ഓക്കെ, ഇതാണ് ഒരു സെമി സർക്കിളിന്റെ സെന്ററിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാംഡ ബൈ 2π എപ്സിലോൺ 0 a. അതായത് എ ലൈൻ ഓഫ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത്. ഇനി ഒരു സെമി സർക്കിളിന് പകരമായിട്ട് ഒരു ആർക്ക് ആണെങ്കിലോ, ഇങ്ങനെ ഒരു ആർക്ക് മാത്രമാണെങ്കിൽ ഇത് സെന്റർ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കാണുക? ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം ഈസ് ഈക്വൽ ടു എന്തായിരുന്നത്? ലാംഡ ബൈ 2π എപ്സിലോൺ 0 a ഇൻറ്റു ഇവിടെ ആംഗിൾ എടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കോസ് 0 മൈനസ് കോസ് തീറ്റ. അപ്പോൾ ഇവിടെ കോസ് 0ന്റെ വാല്യൂ 1 ആണ്, 1 മൈനസ് കോസ് തീറ്റ എന്നാണ് വരുന്നത്. അപ്പോൾ ലാംഡ ബൈ 4π എപ്സിലോൺ 0 a, ലാംഡ ബൈ 4π എപ്സിലോൺ 0 a ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2, കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഈ സെമി സർക്കിൾ ആണ് നോക്കിയേ, ലാംഡ ബൈ 4π എപ്സിലോൺ 0 a ഇൻറ്റു കോസ് തീറ്റ 1 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ 0 ആണ്, കോസ് 0 മൈനസ് ഈ ഇവിടേക്കുള്ള ആംഗിൾ 180, കോസ് 180. That is lambda by 4π epsilon 0 a into cos 0 1 minus cos 1 into minus 1 minus 2. 2 4 cut ചെയ്താൽ lambda by 2π epsilon 0 a. അപ്പോൾ നമ്മുടെ ഒരു ആർക്ക് എടുക്കുകയാണെങ്കിൽ ഈ ആർക്ക് ലൈൻ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 1 തീറ്റ 2 ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ലാംഡ ബൈ 4π epsilon 0 a into cos തീറ്റ 1 minus cos തീറ്റ 2. ഓക്കെ, ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ എ സൈഡ് ഓഫ് ക്യൂബ് ഓഫ് സൈഡ് എ ഇഫ് പോയിന്റ് ചാർജ് q ഈസ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് കോർണർ. ഒരു കോർണറിലാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് ത്രൂ എ സർഫസ്. ഇലക്ട്രിക് ഫ്ലക്സ് കാണുന്ന ഇക്വേഷൻ പഠിച്ചത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ബൈ ഗോസസ് ലോ q എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ആണ്. q എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0 ആണ് ടോട്ടൽ ഫ്ലക്സ്. ഇവിടെ ചോദിച്ചെന്താ, വാട്ട് ഈസ് എ ഫ്ലക്സ് ത്രൂ എ ക്യൂബ്? ഒരു ക്യൂബിന്റെ ശ്രദ്ധിക്കണേ, ഒരു സെന്ററിലായിട്ടാണ് ചാർജ് q വെക്കുന്നതെങ്കിൽ q എൻക്ലോസ് ഈസ് ഈക്വൽ ടു q ആണ്. അപ്പൊ നമുക്ക് എടുത്തറിയാം phi ഈസ് ഈക്വൽ ടു q എൻക്ലോസ് ബൈ എപ്സിലോൺ 0. ഇതൊരു ഫേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 6 ഫേസിലൂടെയും ഈക്വൽ ആയിട്ടായതുകൊണ്ട് ഫ്ലക്സ് ത്രൂ ഈച്ച് ഫേസ് ഈസ് ഈക്വൽ ടു q by 6 epsilon 0. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താ പറഞ്ഞത്? സൈഡ് എ ഇഫ് എ പോയിന്റ് ചാർജ് ഓഫ് q ഈസ് അറ്റ് വൺ ഓഫ് ഇറ്റ്സ് കോർണർ. ഒരു കോർണറിൽ വെച്ചാൽ ക്യൂബിനോട്, അപ്പൊ ഒരു കോർണറിൽ വെച്ച് ഈ കോർണറിലാണ് ചാർജ് വെക്കുന്നതെങ്കിൽ ഒരു കോർണറിൽ വെച്ചാൽ q എൻക്ലോസ് എത്ര മാത്രമേ ഉണ്ടാവുള്ളൂ? q എൻക്ലോസ് എന്ന് പറഞ്ഞാൽ 1/8 ഓഫ് ദി ചാർജ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ക്യൂബിന്റെ ഒരു കോർണർ ചാർജ് വെച്ചാൽ അവിടെ 1/8 മാത്രമേ ഇൻസൈഡ് ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം ഔട്ട്സൈഡ് ആണ്. അപ്പൊ q എൻക്ലോസ് q/8 ആണ്. അപ്പൊ phi ഈസ് ഈക്വൽ ടു q എൻക്ലോസ് ബൈ എപ്സിലോൺ 0, ദാറ്റ് ഈസ് q/8 എപ്സിലോൺ 0. ആൻസർ ഈസ് ബി. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോ, അപ്പോൾ 17 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി 18ാം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. എ ചാർജ് q ഈസ് എൻക്ലോസ് ബൈ എ ഗോസിയൻ സർഫസ്. ഒരു ഗോസിയൻ സർഫസ് എടുക്കുകയാണെങ്കിൽ ഈ ഗോസിയൻ സർഫസിൽ ചാർജ് ഈസ് എൻക്ലോസ് ബൈ എ ഗോസിയൻ സ്ഫെറിക്കൽ സർഫസ് റേഡിയസ് r. ഇഫ് ദ റേഡിയസ് ഈസ് ഡബിൾഡ് ദെൻ ഔട്ട്വേർഡ് ഇലക്ട്രിക് ഫ്ലക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗോസസ് ലോ പഠിച്ചിട്ടുണ്ട്. എന്താ ഗോസസ് ലോ പഠിച്ചത്? ഗോസസ് ലോ പഠിച്ചത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് ഈസ് ഈക്വൽ ടു 1 by epsilon 0 times charge enclosed. Here it is found that എന്താ പറഞ്ഞത്? The total electric flux is independent on
Total electric flux is independent on size and shape of the Gaussian surface എന്നാണ്. ശ്രദ്ധിച്ചു നോക്കണോ, ഇവിടെ നോക്ക്, ഒരു ചാർജ് Q എടുത്തു, ഒരു ചാർജ് Q ഒരു സ്ഫിയറിന്റെ സെന്ററിൽ വെച്ചാൽ, ഇവിടെ Q വെച്ചാൽ phi1 is equal to Q enclosed by epsilon 0 Q by epsilon 0 വരിക. ഇനി ഇതിന്റെ റേഡിയസ് കുറച്ച് കൂട്ടി, റേഡിയസ് കുറച്ചുകൂടി വലിയ റേഡിയസ് ആക്കി മാറ്റിയാലും ആ സമയത്തും എന്തിനാ Q by epsilon 0 ആണ്. അപ്പൊ സൈസ് മാറിയാൽ എന്ത് ചെയ്യുന്നില്ല, ഇലക്ട്രിക് ഫ്ലക്സ്, അതായത് ഗോസിയൻ സർഫസിന്റെ സൈസ് മാറിയാൽ ഇലക്ട്രിക് ഫ്ലക്സ് മാറുന്നില്ല. ഇനി ഷേപ്പ് മാറിയാലോ, ഇതൊരു ക്യൂബിനെ സെന്ററിലാണ് വെക്കുന്നതെങ്കിലോ, ക്യൂബിനെ സെന്റർ വെച്ച് കഴിഞ്ഞാൽ എന്തിനാ, ക്യൂബിനെ സെന്റർ വെച്ചാൽ Q enclosed is equal to Q ആണ്, അവിടെയും ഇലക്ട്രിക് ഫ്ലക്സ് phi is equal to Q by epsilon 0 ആണ്. അതായത് സൈസ് മാറിയാലും ഷേപ്പ് മാറിയാലും എന്ത് ചെയ്യുന്നില്ല, ആരുടെ സൈസും ഷേപ്പും, ഗോസിയൻ സർഫസിന്റെ സൈസ് മാറിയാലും ഷേപ്പ് മാറിയാലും ഇലക്ട്രിക് ഫ്ലക്സിന് യാതൊരു ചേഞ്ചും ഇല്ല. അപ്പൊ ഇവിടെ നോക്കിയേ, ചാർജ് Q enclosed by സർഫസ്, റേഡിയസ് R, റേഡിയസ് ഡബിൾ ആക്കി, റേഡിയസ് ഡബിൾ ആക്കിയാൽ എന്താ സംഭവിക്കുക, റേഡിയസ് ഡബിൾ ആക്കിയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇവിടെ ഗോസിയൻ സർഫസ് റേഡിയസ് ഡബിൾ ആക്കി, റേഡിയസ് പകുതിയാക്കി, റേഡിയസ് 3 times ആക്കി, റേഡിയസ് 4 times ആക്കി, എന്നാലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ഗോസിയൻ സർഫസിന്റെ സൈസിനെയോ ഷേപ്പിനെയോ ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇലക്ട്രിക് ഫ്ലക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ എത്ര ആൻസർ കിട്ടുക, സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഷേപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര കിട്ടുക, ആദ്യത്തെ അതേ ആൻസർ റിമെയിൻസ് സെയിം, ഒരു മാറ്റം ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് 2007 ചോദിച്ചു, അപ്പൊ കുറച്ച് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ഹോളോ സിലിണ്ടർ ഹാസ് എ ചാർജ് Q വിത്തിൻ ഇറ്റ്, ആ ചാർജിനുള്ളിൽ Q ഉണ്ട്, ഇതിനുള്ളിൽ ചാർജ് Q ഉണ്ട്. If phi is the electric flux in units of voltmeter associated curved surface B, ഈ curved സർഫസിലൂടെ ഉള്ളത് എത്രയാണ്, phi ആണെങ്കിൽ, the flux linked with the plane surface A in units of voltmeter is. അപ്പൊ ശ്രദ്ധിച്ചേ, ഇവിടെ നെറ്റ് ഫ്ലക്സ് എത്രയാ, ടോട്ടൽ ബൈ ഗോസസ് ലോ, ടോട്ടൽ ഫ്ലക്സ് is equal to Q enclosed by epsilon 0, Q enclosed by epsilon 0, ഇത് ടോട്ടൽ ഫ്ലക്സ് ആണ്. നമുക്കറിയാം ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ത്രൂ ദി സിലിണ്ടറിക്കൽ സർഫസ് പ്ലസ് ഫ്ലക്സ് ത്രൂ ദി എൻഡ് സർഫസ് അല്ലേ, അപ്പല്ലേ ടോട്ടൽ ഫ്ലക്സ് കിട്ടുക. ഈ സിലിണ്ടറിക്കൽ സർഫസിലെ ഫ്ലക്സും എൻഡ് സർഫസിലെ ഫ്ലക്സും രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്തല്ലേ ടോട്ടൽ ഫ്ലക്സ് കിട്ടുക. അപ്പൊ നമുക്ക് വേണ്ടത് എന്താ, ഫ്ലക്സ് ത്രൂ ദി എൻഡ് സർഫസ് അല്ലേ, ഫ്ലക്സ് വിത്ത് plane surface, but flux through the end surface is equal to total flux minus flux through cylindrical surface. Total flux minus flux through cylindrical surface. Total flux എത്രയാ, Q by epsilon 0 ആണ്, minus flux through the cylindrical surface എത്രയാ, phi, Q by epsilon 0 minus phi. This is the flux through the end surface. എവിടെയാണ് കിട്ടിയത്, ഗോസസ് ലോ എന്ന് കിട്ടിയതാണ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ എ ക്ലോസ് സർഫസ് is equal to 1 by epsilon 0 times charge enclosed. അപ്പോൾ ഫ്ലക്സ് Q by epsilon 0 ആണ് ടോട്ടൽ. ആ ടോട്ടൽ കിട്ടണമെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസിലെ ഫ്ലക്സ് പ്ലസ് എൻഡ് സർഫസിലെ ഫ്ലക്സ്, അപ്പൊ എൻഡ് സർഫസ് ആണെങ്കിൽ ടോട്ടൽ ഫ്ലക്സ് എന്ന് സിലിണ്ടറിക്കൽ സർഫസ് മൈനസ് ചെയ്താൽ മതി, Q by epsilon 0 minus phi. ഏതാ ഓപ്ഷൻ, ഓപ്ഷൻ സി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ചാർജ് Q ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി സെന്റർ ഓഫ് എ ക്യൂബ്, ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എനി ഫേസ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ചാർജ് എവിടെ വെച്ചിട്ടുണ്ട്, ക്യൂബിന്റെ സെന്ററിൽ വെച്ചു. ക്യൂബിന്റെ സെന്ററിൽ വെച്ച് കഴിഞ്ഞാൽ നെറ്റ് ഫ്ലക്സ് എത്രയാണോ, phi is equal to Q by epsilon 0 ആണല്ലോ. ഇനി ഇവിടെ ഒരു ഫേസ് മാത്രം ചോദിച്ചെങ്കിൽ ഫ്ലക്സ് ത്രൂ എനി ഫേസ്, ഇത് സെൻട്രലാണ് വെച്ചതെങ്കിൽ 6 ഫേസിലൂടെയും ഈക്വൽ ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പൊ ഫ്ലക്സ് ത്രൂ ഈച്ച് ഫേസ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടുക, 1/6 ഓഫ് ദി ടോട്ടൽ ഫ്ലക്സ്, ദാറ്റ് ഈസ് 5/6. 5 എത്രയാ, Q by 6 epsilon 0. ഓപ്ഷൻ നോക്കിയേ, Q by 6 epsilon 0. നോക്കിയത് ഈ ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ എ കട്ട് ചെയ്താൽ കിട്ടുക Q by 12 ആണ്, തെറ്റാണ്. ഇവിടെ 4π കട്ട് ചെയ്താൽ ഓപ്ഷൻ ബി Q by 6 epsilon 0. ഇത് ആൻസർ കറക്റ്റ് ആണല്ലോ. ഇവിടെ പൈ കട്ട് ചെയ്താൽ Q by 24 ആണ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്, ബി ഓപ്ഷൻ ആണ്. 4π Q by 6 into 4π epsilon 0. 4πയും 4πയും കട്ട് ചെയ്താൽ Q by 6 epsilon 0. ഓക്കെ, അപ്പൊ കമ്പാരിറ്റീവ്ലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വളരെ ഈസിയായ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വളരെ ഈസിയായി സോൾവ് ചെയ്യാം.
നോക്കിയേ, അടുത്തത് 2001 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ആസ്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. എ ചാർജ് ക്യൂ മൈക്രോ കൂളംബ് ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെന്റർ ഓഫ് എ ക്യൂബ്. ഒരു ക്യൂബിന്റെ സെന്ററിലായിട്ട് ക്യൂ മൈക്രോ കൂളംബാണ് വെച്ചത്. എന്താ പറഞ്ഞത്? ഫ്ലക്സ് കമ്മിങ് ഔട്ട്. ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണോ? ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ് ബൈ എപ്സിലോൺ 0 അല്ലേ? അപ്പൊ ഇവിടെ ക്യൂ എൻക്ലോസ് എത്രയാ? ക്യൂ എൻക്ലോസ് ഇസ് ഈക്വൽ ടു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യൂ മൈക്രോ 10⁻⁻⁶ ആണ്. അപ്പൊ നമുക്ക് എഴുതാം ഫൈ ഈസ് ഈക്വൽ ടു എത്രയാ? ഫൈ ഈസ് ഈക്വൽ ടു ഫ്രം ഈച്ച് ഫേസ് ആണ്. ഓക്കെ, ക്യൂബ് ഫ്ലക്സ് ത്രൂ ഈച്ച് ഫേസ് ആണെങ്കിൽ ക്യൂ എൻക്ലോസ് ബൈ 6ε0. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു 10⁻⁶ ബൈ 6ε0. ഓപ്ഷനിലോ നോക്കിയേ, ക്യൂ ഇൻ 10⁻⁶ ബൈ 6ε0. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇത് ഒരു ഫേസിലൂടെ ഉള്ളത് കേട്ടോ. ഈ ടോട്ടൽ ക്യൂബിലൂടെ ആണെങ്കിൽ എത്രയും വരിക? ടോട്ടൽ ക്യൂബിലൂടെ ആണെങ്കിൽ ഈ 6 ഉണ്ടാവില്ലായിരുന്നു. ക്യൂ ഇൻ 10⁻⁶ ബൈ ε0. ഇവിടെ മൈക്രോ ഉള്ളത് കൊണ്ടാണ് 10⁻⁶ കിട്ടിയത്. ഈ 10⁻⁶ കിട്ടിയത് മൈക്രോ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, വീണ്ടും ഇതേപോലെ ക്വസ്റ്റ്യൻ. ചാർജ് സിറ്റ് അറ്റ് ദി കോർണർ ഓഫ് എ ക്യൂബ്. ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഓൾ 6 ഫേസ് ഓഫ് ദി ക്യൂബ്. ഒരു കോർണറിലാണ് വെച്ചതെങ്കിൽ ക്യൂ എൻക്ലോസ് ഇസ് ഈക്വൽ നമുക്ക് എഴുതാം ക്യൂ എൻക്ലോസ് ഇസ് ഈക്വൽ ക്യൂ ബൈ 8 മാത്രമാണ്. ക്യൂ ബൈ 8 ആണെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ് ബൈ ε0, ദാറ്റ് ഈസ് ക്യൂ ബൈ 8ε0. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇനി 23-ാം ദിവസം നോക്കിയേ. എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് ദി സെന്റർ ഓഫ് എ ക്യൂബ്. ക്യൂബിന്റെ സെന്റർ ഫ്ലക്സ് എമർജിംഗ് ഫ്രം ദി ക്യൂബ് ഈസ് എത്ര തന്നെയാണ്? ഇതും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. 6 ക്യൂ ബൈ ε0. ഓക്കെ, ഇനി ശ്രദ്ധിച്ചു നോക്ക്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് 3r/2 ഫ്രം ദി സെന്റർ ഓഫ് എ ചാർജ് കണ്ടക്ടിങ് സ്ഫെറിക്കൽ ഷെൽ ഓഫ് റേഡിയസ് r ഈസ് e. നോക്കണേ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് 3r/2. അപ്പം ഒരു സ്ഫിയർ എടുത്തു, ഇതിന്റെ റേഡിയസ് r ആണ്. ഇതിന് എത്രയാ? 3r/2 ആകുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് E ആണ്. അതായത് സ്മോൾ r ഈസ് ഈക്വൽ ടു എത്രയാണ്? 3r/2. അപ്പൊ 3r/2 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് E ആണ്. ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് r/2 ഫ്രം ദി സെന്റർ. r/2 ഫ്രം ദി സെന്റർ ആണെങ്കിൽ ഇവിടെ r/2 ആണെങ്കിൽ ഇവിടെ r/2 ഇതിനുള്ളിലുള്ള ഒരു പോയിന്റ് ആണ് വരിക. r/2 എന്ന് പറഞ്ഞാൽ 0 ഇതിന്റെ ഉള്ളിലുള്ള പോയിന്റ് ആണ്. r-നേക്കാൾ ചെറുതാണ്. ഉള്ളിലുള്ള പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഷെൽ ഈസ് ഈക്വൽ ടു 0 എന്നല്ല പഠിച്ചത്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ ഷെൽ 0 ആണ്. സർഫസിൽ മാക്സിമം ആണ്. ഔട്ട്സൈഡ് 1/4πε0 q by r² ആണ്. So here the point is inside, so net electric field is 0. Okay, ഇനി ശ്രദ്ധിച്ചോ. A hollow insulated conducting sphere is given a positive charge 10 microcoulomb. What will be the electric field at the center of the sphere if its radius is 2 meter? ഇതും hollow insulated conducting sphere ആണ്. Insulated conducting sphere ആണ്. പോസിറ്റീവ് ചാർജ് 10 microcoulomb ആണെങ്കിൽ what is electric field at the center? ഇത് കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ, കണ്ടക്ടിങ് സ്ഫിയർ ആവുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഈസ് 0 ആണ്. നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ കണ്ടക്ടിങ് ആവുന്ന സമയത്ത് ചാർജ് സർഫസിലൂടെ മാത്രമേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇതിന് ഇൻസൈഡ് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ക്യൂ എൻക്ലോസ് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ഷെല്ല് 0 ആണ്. അതേസമയം നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ, ഒരു നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ ചാർജ് എല്ലാ ഭാഗത്തും ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ ഇതിന്റെ സെന്ററിൽ മാത്രമേ 0 ഉള്ളൂ. പിന്നെ ഇങ്ങോട്ട് പോകാൻ അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ നോൺ കണ്ടക്ടിങ് സ്ഫിയർ അല്ലെങ്കിൽ ഈ നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ, നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആകുന്ന സമയത്ത് നമ്മൾ ചാർജ് പെർ യൂണിറ്റ് വോളിയം റോ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി എന്നെടുക്കും. ക്യൂവിന്റെ അതായത് വി എന്ന് പറഞ്ഞാൽ ക്യൂ ബൈ 4/3 πr³ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇൻസൈഡ് പോയിന്റ് ആണ് എടുക്കുന്നതെങ്കിൽ, ഇൻസൈഡ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇൻസൈഡ് പോയിന്റ് നിങ്ങൾ എടുക്കുന്നു. ഇൻസൈഡ് പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇൻസൈഡ് പോയിന്റ് ആണെങ്കിൽ ഇതാണ് ഗോസിയൻ സർഫസ്. ഈ ഗോസിയൻ സർഫസിനകത്തുള്ള ചാർജ് കാണുകയാണെങ്കിൽ ക്യൂ എൻക്ലോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ക്യൂ എൻക്ലോസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? ക്യൂ ഇസ് ഈക്വൽ ടു വി റോ എന്ന് എഴുതാം.
വി എത്രയാ? വി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വോളിയം, ഈ ഇന്നർ സ്ഫിയറിന്റെ വോളിയം, ഇതിന്റെ റേഡിയസ് r ആണെങ്കിൽ 4/3 പൈ ആർ ക്യൂബ് ഇൻറ്റു റോ എത്രയാ? ക്യൂ ബൈ 4/3 പൈ ആർ ക്യൂബ്. 4/3 പൈ കട്ട് ചെയ്താൽ നമുക്ക് എഴുതാം ആർ ക്യൂബ് ക്യൂ ബൈ ആർ ക്യൂബ്. ഇതാണ് ക്യൂ എൻക്ലോസ്. അപ്പൊ ക്യൂ എൻക്ലോസ് ഇതാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിക് ഫ്ലക്സ് കാണാം. ഇലക്ട്രിക് ഫ്ലക്സ് ആണ് ഇക്വേഷൻ എന്തായിരുന്നു? ഇലക്ട്രിക് ഫ്ലക്സ് ഇ ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു എന്താ പഠിച്ചത്? ക്യൂ എൻക്ലോസ്ഡ് ബൈ എപ്സിലോൺ 0. ഇവിടെ ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ്, ഡി എസ് ചെയ്താൽ നമുക്ക് കിട്ടിയ എത്രയാ? ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് പറഞ്ഞാൽ 4πr² അല്ലേ? അതെവിടുന്ന് കിട്ടിയതാ? ഇത് ആർ റേഡിയസ് ആണെങ്കിൽ ഇതിന്റെ സർഫസ് ഏരിയ ആയിരിക്കും ഗോസിയൻ സർഫസിന്റെ ഏരിയ ഇൻറ്റു ക്യൂ എൻക്ലോസ് എത്രയാ? ആർ ക്യൂബ് ക്യൂ ബൈ ആർ ക്യൂബ് എപ്സിലോൺ 0. ഒരു ആർ സ്ക്വയറും ആർ ക്യൂബ് കട്ട് ചെയ്ത 6. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു 4π കൊടുത്താൽ ഈസ് ഈക്വൽ ടു 1/4π എപ്സിലോൺ 0 ആർ ക്യൂ ബൈ ആർ ക്യൂബ്. അതായത് ഇ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ ആണ്. ഇപ്പൊ സെൻട്രൽ 0 ആണ്. ഇനി ഇൻ ടേംസ് ഓഫ് റോന്റെ ടേമിലേക്കാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? r/3 r² എപ്സിലോൺ 0 എന്ന് വേണമെങ്കിലും എഴുതാം. ഇവിടെ ഞാൻ ചാർജ് ക്യൂന്റെ ടേമിലാണ് എഴുതിയത്. ഈ ഡെൻസിറ്റി ടേമിലേക്ക് വേണമെങ്കിൽ മാറ്റുകയും ചെയ്യാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻസുലേറ്റിംഗ് സ്ഫിയർ അല്ലെങ്കിൽ നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ, ഈ നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആവുന്ന സമയത്ത് സെൻട്രൽ മാത്രം 0 ആണുള്ളത്. കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ, നിങ്ങൾ കണ്ടക്ടിങ് ആണെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇതിന്റെ ഗ്രാഫുകൾ വരച്ചാൽ കിട്ടുക കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ കണ്ടക്ടിങ് സ്ഫിയർ ഇൻസൈഡ് 0 ആണ്. കണ്ടക്ടിങ് സ്ഫിയറിൽ ഇൻസൈഡ് 0, സർഫസിൽ മാക്സിമം ആണ്. ഇൻസൈഡ് 0, സർഫസിൽ മാക്സിമം. അപ്പോൾ സർഫസിൽ മാക്സിമം, ഔട്ട്സൈഡോ? ഔട്ട്സൈഡ് ഈസ് പ്രൊപ്പോർഷണൽ 1/r². ഇതാണ് കണ്ടക്ടിങ് സ്ഫിയർ. ഈ നോൺ കണ്ടക്ടിങ് സ്ഫിയർ ആണെങ്കിൽ, ഇത് കണ്ടക്ടിങ് സ്ഫിയർ. നോൺ കണ്ടക്ടിങ് ആണെങ്കിൽ ചാർജ് എല്ലാ ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ എല്ലാ ഭാഗത്തും ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സർഫസ് വരെ എന്താണ്? സർഫസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. അതായത് ഇവിടെ സ്മോൾ ആർ ഈസ് സർഫസ് വരെ ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ. ഔട്ട്സൈഡ് ആണെങ്കിലോ ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r². ഇത് നോൺ കണ്ടക്ടിങ് സ്ഫിയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ ആണ്. ഇത് കണ്ടക്ടിങ് സ്ഫിയറിന്റെ ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ ആണ്. ഓക്കെ, അപ്പം 25 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ 25 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് നോക്കുക. അപ്പൊ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ 25 ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചു നോക്കുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ശരിക്ക് പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ നമ്മൾ ചെയ്തത്. അപ്പൊ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ട്. ഇവിടെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്, ഇതിൽ ചാർജിനെ കുറിച്ചും ഫീൽഡിനെ കുറിച്ചും മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അതേ സമയത്ത് സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഒരു 25 ക്വസ്റ്റ്യൻ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. ഇനിയും ഇതേപോലെ ഡിസ്കഷൻ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.